റെഡിയായി എത്തുന്ന ഗയോ ആകട്ടെ നീ നല്ലൊരു ഫോട്ടോയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിന്നോടുള്ള ദേഷ്യമെല്ലാം ഞാൻ മാറ്റുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കുവാനായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഷിയൻ ഫോട്ടോ എടുക്കുന്ന സമയത്തെല്ലാം തന്നെ അവളും മുഖമൊക്കെ മറ്റൊരു രീതിയിലൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഒന്നും ഫോട്ടോസിന് വരുന്നില്ല. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്നൊക്കെ ഷിയൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും സുവും ഒന്നിക്കുവാനായിട്ട് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നതായിരുന്നു ഗായോയുടെ ആവശ്യം. പക്ഷേ എന്റെ ആന്റിയാണ് സോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഷിയാനും അറിയിക്കുന്നു. ഒരു ഫോട്ടോസ് ഒക്കെ മോശമാണെങ്കിൽ പോലും ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും ഷോയിൽ നിന്നും എലിമിനേറ്റ് ആക്കുക, അല്ലാതെ മോഡൽസ് അല്ല. ആ ഒരു ധൈര്യത്തിലൊക്കെയാണ് ഗായോ ഇപ്പോൾ ഉള്ളതെങ്കിൽ പോലും ഷിയാനാകട്ടെ അവളുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. ഷിയാൻ എടുത്ത ഫോട്ടോസ് ഒക്കെ വളരെ മോശമാണെന്ന് ഗായോ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഷിയാൻ അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. ആ ഒരു ഫോട്ടോഗ്രാഫി കോntestന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോഴത്തേക്കും ഇവർക്കാണ് കൂടുതൽ മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ജഡ്ജസ് ആകട്ടെ ഫസ്റ്റ് ലവ് എന്നായിരുന്നു അതിന്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതെന്നും ഷിയാന്റെ ഫ്രണ്ട് അറിയിക്കുന്നു. ഡിങ്ങും രണ്ട് ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ബീച്ചിലൊക്കെ പോയിരിക്കുകയാണ്. പക്ഷെ ഒരാൾ അവിടെ എത്തി ഇവരെ മൂന്ന് പേരെയും ശല്യം ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. ആദ്യം കുറെ സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവരുടെ ശരീരത്തിലൊക്കെ തൊടുവാനായിട്ട് ആൾ ശ്രമിക്കുമ്പോഴത്തേക്കും ഡിങ്ങും അയാളെ നിലത്തേക്കൊക്കെ ഇടുന്നു. അവരെ ഒരു പാഠമൊക്കെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അയാളും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് കാണുന്നത് കൊണ്ട് തന്നെ ഡിങ്കിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒരുപാട് പേടിക്കുന്നുണ്ട്. ഈ കാലത്ത് സെൽഫ് ഡിഫൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും സൂവിനെ ഈ ഒരു കാര്യമൊക്കെ അറിയിക്കാം. സോ നമുക്ക് വേണ്ടി ക്ലാസ് ഒക്കെ എടുത്തു തരുന്നതായിരിക്കുമെന്ന് ഡിങ്ങും അവരോട് പറയുന്നു. ഷോപ്പിലേക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തതിന് ശേഷം സൂവും സംഘവും അവിടെ നിന്ന് പോകുകയാണ്. ഇത്തവണ ഫയർ ഫൈറ്റേഴ്സിന്റെ ഒപ്പം സോങ്ങുമുണ്ട്. സെൽഫ് ഡിഫൻസിനെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ ആയിരുന്നു സോ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇവർ സെൽഫ് ഡിഫൻസ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് സോ പറയുമ്പോഴത്തേക്കും അതിനുള്ള ആളെയൊക്കെ ഞാൻ കൊണ്ടുവരാമെന്ന് സോങ്ങും അറിയിക്കുന്നു. ലൂവിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അവിടേക്ക് എത്തുകയാണ്. ലൂവിന് അവളെ പരിചയമുണ്ടായിരുന്നെങ്കിൽ പോലും അവളുമായിട്ട് അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവളാകട്ടെ ഇപ്പോൾ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ലൂവിന് മൊത്തത്തിലൊരു നാണക്കേടൊക്കെ ഫീൽ ചെയ്യുന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി സംസാരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ബാക്കി ആളുകളെല്ലാം തന്നെ ഈ ഒരു കാഴ്ചയൊക്കെ നേരിട്ട് കാണുകയാണ്. അപ്പോഴായിരുന്നു ഹാനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ലൂവും നേരെ ഹാനിന്റെ അടുത്ത് വന്നിട്ട് നീ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ തികച്ചും നിരപരാധിയാണെന്നൊക്കെ ഹാനിന്റെ അടുത്ത് പറയുകയാണ്. മാത്രല്ല ഹാനിന് എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് കൂടി ലൂ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലൂവിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഹാൻ സമ്മതിക്കുന്നു. നീ ആരാണെന്നൊക്കെ ഹാനിന്റെ അടുത്തും ആ പെൺകുട്ടി ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ഞാൻ ഇവന്റെ വൈഫാണെന്നായിരുന്നു ഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ലൂവും അതൊക്കെ സമ്മതിച്ച് കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടി ലൂവിനെ തല്ലിയിട്ട് പോകുന്നു. ഇനി ലൂവും ഹാനിന് പണമൊക്കെ നൽകുന്നുണ്ട്. വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുവാനായിട്ട് അവിടെ ഷ്യാനും എത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരാളെ നിലത്തേക്ക് ഇടേണ്ടതെന്നൊക്കെ ഡിങ് എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കുന്നു. സോങ്ങും ഇനി ആ ഒരു ട്രിക്സ് എല്ലാം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സോങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുവാനായിട്ട് ആരാണ് എത്തുക എന്ന് ചോദിക്കുകയാണ്. അവിടെയുള്ള എല്ലാ ബോയ്സും ഒരുപോലെ കൈവെക്കുന്നുണ്ട്. പക്ഷെ സു ആണ് അവൾക്കെതിരായിട്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഫൈറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഷിയാൻ ഷൂട്ട് ചെയ്യുകയാണ്. അത് കാണുന്ന ഹാനും ഈ ഒരു വീഡിയോസിൽ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് അടിപൊളി ആക്കാമെന്നൊക്കെ ഹാനും പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴും ഇവര് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ശരിക്കും ലവേഴ്സ് എങ്ങനെയാണ് പെരുമാറുക ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗയോ ഇപ്പോൾ സൂന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവർക്കും കഴിക്കുവാനായിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളതും. ഗയോ സൂ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും സോവും സോങ്ങും കൂടി ഒന്നിച്ച് ട്രെയിനിങ് റൂമിലാണ് ഇപ്പോൾ ഉള്ളതെന്ന കാര്യം അവളും മനസ്സിലാക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നതൊക്കെ ഗയോ കണ്ട് ഗയോ സൂവിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും സൂവും ചെറുതായിട്ടൊന്ന് ഡിസ്ട്രാക്ടഡ് ആകുന്നു. ഈ ഒരു ടൈം നോക്കിക്കൊണ്ട് സോങ്ങും അവനെ തള്ളി താഴെ ഇടുകയാണ്. സോങ്ങും ഗയോയും കൂടി ചേർന്നിട്ട് സൂവിന്റെ പേരിൽ അടി കൂടുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുവാനായിട്ടും തീരുമാനിക്കുന്നു. ഗയോ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും സോങ്ങിന്റെ ആദ്യത്തെ അടിക്ക് തന്നെ ഗായോ താഴെ വീഴുകയാണ്. അവളുടെ കാലിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കൊക്കെ പറ്റുന്നത് കൊണ്ട് തന്നെ അവളെ എത്രയും വേഗം ക്ലിനിക്കിലേക്ക് മാറ്റുവാനായിട്ടും സോങ് ആവശ്യപ്പെടുന്നു. പക്ഷെ സൂ തന്നെ എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ ആയിരുന്നു ഗായോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സൂവും അവളെ എടുത്തുകൊണ്ടൊക്കെ പോകുന്നു. എനിക്ക് സോങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഇതെന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പാണ്. നീ അത് ഒരിക്കലും പ്രശ്നമുള്ളതാക്കി തീർക്കരുത്. നിന്നെ ഞാൻ കുഞ്ഞിലെ മുതലേ എന്റെ ഒരു സഹോദരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നീയും സോങ്ങിനെ സ്നേഹിച്ചു തുടങ്ങണമെന്നൊക്കെ ആയിരുന്നു സൂവിന് ഗയോന്റെ അടുത്ത് പറയുവാനായിട്ടുണ്ടായിരുന്നത്. സൂവിന് സോങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അവരുടെ ഇടയിലേക്ക് എത്തരുത്. നീ നിനക്ക് പറ്റിയ മറ്റൊരാളെ കണ്ടെത്തുവാനായിട്ട്
ലോവും ഗായോയുടെ അടുത്ത് പറയുന്നു. സോ ഗായോനോട് സംസാരിക്കുന്നതെല്ലാം തന്നെ ഷിയാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷിയാനും അതെല്ലാം തന്നെ സോങ്ങിന്റെ അടുത്ത് വന്ന് പറയുകയാണ്. സോയിന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പാണ് നീയുമായിട്ടുള്ളത്. ഗായോനെ അവനൊരു സഹോദരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഗായോന്റെ അടുത്ത് സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഷിയാനും അറിയിക്കുകയാണ്. ഗായോനെ സമാധാനിപ്പിക്കുവാനായിട്ട് സോങ്ങും ഇപ്പോൾ ഷിയാനെ പറഞ്ഞയക്കുന്നു. ഗായോയ്ക്ക് ചെറിയൊരു മുറിവ് മാത്രമാണുള്ളത്. പക്ഷെ അവളും മരുന്നൊക്കെ വെക്കുമ്പോഴത്തേക്കും ആകെ നിലവിളിക്കുന്നു. ഗായോനെ ഒന്ന് സമാധാനിപ്പിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഷിയാനും കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷെ ഗായോ ആകെ ദേഷ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷിയാനെയും സോങ്ങിനെയും ഒരുപാട് ചീത്ത വിളിക്കുന്നു. എന്റെ ആന്റിയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്, നീ അത് എന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരണമെന്നൊക്കെ ഷിയാൻ പറയുമ്പോഴത്തേക്കും ഇനിയും എനിക്ക് എന്റേതായ മറ്റു വഴികളൊക്കെ ഉണ്ടെന്നായിരുന്നു ഗായോയും പറയുന്നത്. ഷിയാനെ പോകുവാൻ അനുവദിക്കാതെയൊക്കെ ഗായോ നിൽക്കുമ്പോഴത്തേക്കും ഷിയാനും ഞാൻ നിന്നെ എടുത്തോണ്ട് പോണോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ ഇങ്ങനെ എടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞ് അവൾ വീണ് കിടക്കുന്ന ഫോട്ടോ കൂടി ഷിയാൻ കാണിക്കുമ്പോഴത്തേക്കും അവൾക്കും ദേഷ്യമൊക്കെ കൂടുന്നു. സോങ്ങിന്റെ അടുത്ത് ഗായോനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് സോ ശ്രമിക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സോങ്ങും അവനെ അറിയിക്കുന്നു. നേരത്തെ അവർ ഒന്നിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് സോങ്ങും ഒരുപോലെ തോറ്റുപോയിട്ടുണ്ടായിരുന്നു. സോ തോറ്റത് കൊണ്ട് തന്നെ സോങ്ങിന്റെ പുതിയ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട സെയിൽസ് ഒക്കെ നടത്തുവാനായിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു സോങ്ങിന് സൂവിന്റെ അടുത്ത് പറയുവാനായിട്ടുണ്ടായിരുന്നത്. ഇനി സോങ്ങും തോറ്റല്ലോ, അതുകൊണ്ട് തന്നെ സോ അവളെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് ലിമ്മും എത്തുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കിസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. സോം സോങ്ങിന്റെ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവനെ സോങ് ബോയ് ഫ്രണ്ട് ഒക്കെ ആക്കിയത് കൊണ്ട് തന്നെ അവനും അവൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല കുക്ക് ചെയ്യുവാനായിട്ട് കുറേയധികം സാധനങ്ങളും അവൻ മേടിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവൾ ആകെ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളും ഇന്ന് എന്റെ കുക്കിംഗ് സ്കില്ലൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അടുക്കളയിൽ ചെന്ന് കുക്കൊക്കെ ചെയ്യുകയാണ്. ഇനി സോവും അതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നു. സോങ് ഉണ്ടാക്കിയ ഫുഡിന് എന്തൊക്കെ പ്രശ്നമാണ് ഉള്ളതെന്ന് ആദ്യം അവൻ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ ആ ഒരു ഫുഡൊക്കെ കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും സോങ്ങും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷെ അത് കഴിക്കാൻ പോലും കൊള്ളുകയില്ല എന്നൊക്കെ സോങ് പറയുന്നുണ്ടെങ്കിലും ഇത് സോങ് ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് തന്നെ അതിന് നല്ല രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരത് മുഴുവൻ കഴിക്കുകയാണ്. കുളി കഴിഞ്ഞെത്തിയ സൂവിന്റെ അടുത്ത് കുറച്ച് ബിയറൊക്കെ മേടിച്ചോണ്ട് വരുവാനായിട്ട് സോങ് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം സോങ് കുളിക്കുവാനായിട്ട് കയറുന്നു. ഇനി സോങ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഓരോ മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സുവും വീട്ടിലെത്തുന്നു. മൂളിപ്പാട്ടൊക്കെ കേൾക്കുന്ന സുവും അതെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇനി അങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം സോങ് ഇറങ്ങി വരുമ്പോഴത്തേക്കും പാട്ടൊന്നും തന്നെ താൻ കേട്ടിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അന്ന് രാത്രി അവർ ഒന്നിച്ചിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയും പിന്നീട് ഗെയിംസ് ഒക്കെ കളിക്കുകയും ചെയ്യുന്നു. രാവിലെ എണീക്കുന്ന സുവും അവൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവൾ എണീറ്റ് വരുമ്പോഴത്തേക്കും അവളുടെ കഴുത്തിനൊക്കെ വേദനയുണ്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെ സുവും അവളുടെ കഴുത്തൊക്കെ തൂത്തു കൊടുക്കുന്നു. അങ്ങനെ തൂക്കുന്നതിനിടയ്ക്ക് അവളുടെ കഴുത്തൊക്കെ പിടിച്ച് തിരിച്ചതിന് ശേഷം അവളുടെ കഴുത്തിന് വേദനയെ മാറ്റി കൊടുക്കുകയാണ് അവൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും കേട്ടോണ്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനാകട്ടെ നേരത്തെ ബാത്റൂമിൽ വെച്ച് അവൾ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നതൊക്കെ പ്ലേ ചെയ്യുകയാണ്. അങ്ങനെ അവൾക്ക് നാണമാകുന്നു. മുത്തശ്ശനെ സോപ്പിടുവാനായിട്ട് മുത്തശ്ശന്റെ അടുത്തേക്കൊക്കെ ഗയോ എത്തിയിരിക്കുകയാണ്. ഗയോയുടെ കാലിന് ചെറിയൊരു മുറിവ് മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവളാകട്ടെ കാലൊക്കെ കെട്ടിവെച്ചിട്ട് നടക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിലൊക്കെയാണ് എത്തിയിട്ടുള്ളത്. ബ്ലൈൻഡ് ഡേറ്റിൽ വെച്ചിട്ട് പരിചയപ്പെട്ട പെൺകുട്ടിയില്ലേ, അവളാണ് എനിക്ക് ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കിയത്. അവൾ ഒരിക്കലും നല്ലൊരു സ്വഭാവമുള്ള ആളൊന്നും അല്ല. അവൾ സുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കുവാനായിട്ട് എപ്പോഴും സുവിന്റെ കൂടെ തന്നെയാണ് ഉള്ളതെന്നൊക്കെ യും പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും സെറ്റായോ എന്നൊക്കെ ആയിരുന്നു മുത്തശ്ശൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള ആളൊന്നും അല്ല. അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണ് അവൾ ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സുവിന്റെ അടുത്തൊന്നും അവളെ അകറ്റി നിർത്തിയേ മതിയാക്കൂ എന്നൊക്കെ ഗയോയും പറഞ്ഞു കൊടുക്കുന്നു. ഇവളെ പോലെയുള്ള ആളെ കിട്ടുന്നതിലും നല്ലത് അവൻ സിംഗിൾ ആയിട്ട് നിൽക്കുന്നതാണെന്നൊക്കെ മുത്തശ്ശനും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി സുവിന് കഴിക്കുവാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുവാനുള്ള സാധനങ്ങളുമായിട്ടാണ് ഗായോ എത്തിയതെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഗയോയും സുയും ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു. ഞാൻ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ ഗയോ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അതിന്റെ അകത്ത് ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ബില്ല് സുവും ശ്രദ്ധിക്കുന്നത്. നീ ഇനി ഒരിക്കലും റെസ്ക്യൂ സെന്ററിലേക്ക് എത്തരുത്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരും തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ സു ഗായോയുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇതൊരു വീടായിട്ട് പോലും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും അവനെ കല്യാണം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സുവിനൊരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്നൊക്കെ മുത്തശ്ശനോട് തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനും അവളെ കാണണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്നു. സു വേഗം ഫുഡ് കഴിച്ചിട്ട് എണീറ്റ് പോകുവാൻ നോക്കുകയാണ്. പക്ഷെ കയോയും സുവിന്റെ ഒപ്പം പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും മുത്തശ്ശനെ കൂട്ടിരിക്കുവാനായിട്ട് കയോയോട് പറഞ്ഞതിന് ശേഷമാണ് സു പോകുന്നത്.
ഗായോ വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സുഹവും സോങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.